നരേന്ദ്രമോദി ഇപ്പോൾ യു കെയിലാണുള്ളത്. യു കെ ഗവൺമെൻറ്റുമായി വലിയ കരാറുകൾ, വ്യാപാര കരാറുകളിൽ ഒപ്പുവയ്ക്കുന്നു. ഇത് വലിയ വാർത്തകളാണ് എല്ലാ മീഡിയകളിലുമൊക്കെ. വ്യാപാര കരാറുകൾ ഒപ്പുവയ്ക്കുന്നു. പക്ഷേ അപ്പോൾ ഇന്ത്യയിൽ ഒരു കാര്യം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതായത് നരേന്ദ്രമോദി ഇന്നത്തെ ദിവസമാകുമ്പോൾ 4078 ദിവസം ക്രോസ് ചെയ്യുകയാണ്. എന്ന് പറഞ്ഞാൽ ഇന്ദിരാഗാന്ധിയുടെ 4077 ദിവസം തുടർച്ചയായി മുഖ്യമന്ത്രിയായിരുന്ന ആ റെക്കോർഡ് തകർത്തിരിക്കുകയാണ് നരേന്ദ്രമോദി. രണ്ടാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. ഒന്നാം സ്ഥാനത്ത് ഇപ്പോഴും നിൽക്കുന്നത് നെഹ്റു ആണ്. 6130 ദിവസം നെഹ്റു ഭരിച്ചു. പക്ഷേ അത് ചിലപ്പോൾ ഈ ഗവൺമെൻറ് കൊണ്ട് മോഡിക്ക് അത് ക്രോസ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാര്യം ഇനി ഒരു 3 വർഷം 2024 വന്നത്. അപ്പോൾ ഇനി 2-3 വർഷം ഉണ്ട്. അതെന്തായാലും ക്രോസ് ചെയ്യുമെന്ന് അറിയേണ്ടതുണ്ട്. എന്തായാലും മൻമോഹൻ സിംഗ് ആണ് പിന്നെ അടുത്ത്. അപ്പോൾ ഇപ്പോൾ ഒന്നാമത് നെഹ്റുവായി, നേരത്തെ ഇന്ദിരാഗാന്ധി ആയിരുന്നു. ആ സ്ഥാനത്തേക്ക് മോഡി വന്നു. അത് കഴിഞ്ഞ് ഇന്ദിരാഗാന്ധിയായി, പിന്നെ മൻമോഹൻ സിംഗ് ആയി. മൻമോഹൻ സിംഗ് 3655 ദിവസമാണ് പ്രധാനമന്ത്രിയായിരുന്നു. 2014, 2019, 2024 തുടർച്ചയായി 3 ടേം നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി. അപ്പോൾ ലോകത്തിൽ കണക്കെടുക്കുമ്പോൾ, ഇന്ത്യയുടെ കണക്കെടുക്കുമ്പോൾ നെഹ്റു കഴിഞ്ഞാൽ, നെഹ്റുവിന് പിന്നെ അങ്ങനെ ഇരിക്കാൻ പറ്റും. കാര്യം സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് നെഹ്റു ആയിരുന്നു അപ്രമാദിത്വമുള്ള നേതാവ്. പിന്നെ നെഹ്റു മരിക്കുന്നത് വരെ നെഹ്റു തന്നെ പ്രധാനമന്ത്രി ആയിരുന്നു. അതങ്ങനെ തന്നെ പോയി. പക്ഷേ അതിനുശേഷം ഇന്ദിരാഗാന്ധി വന്നു. ഇന്ദിരാഗാന്ധിക്ക് തുടർച്ചയായി ഈ പറഞ്ഞ പോലെ 4077 ദിവസത്തോളം ഇരിക്കാൻ കഴിഞ്ഞു. അത് ഡിവൈഡഡ് ബൈ 365 ആക്കിയാൽ മതി. അപ്പോൾ എത്ര വർഷമുണ്ടെന്നുള്ളത് കിട്ടും. അപ്പോൾ അങ്ങനെ ഇരിക്കാൻ കഴിഞ്ഞു. രാജീവ് ഗാന്ധിക്ക് മരണം കൊണ്ട് കഴിഞ്ഞില്ല. പിന്നെ വന്ന ദേവഗൗഡ, അങ്ങനെയുള്ള കൊച്ചു പ്രധാനമന്ത്രിമാർ വന്നു. കുറച്ച് പീരീഡ്, കൊച്ചു പ്രധാനം എന്ന് പറഞ്ഞാൽ പീരീഡ് കൊണ്ട് കുറച്ച് പീരീഡിൽ പ്രധാനമന്ത്രിമാർ വന്നു. അതെല്ലാം അതിൻ്റേതായ രീതിയിൽ പോയി. പിന്നെ ഏറ്റവും കൂടുതൽ കാലം ഇരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് നരേന്ദ്രമോദിക്കാണ്. അതുമാത്രമല്ല, ഇപ്പോൾ ലോകത്താകെ വലിയ ചലനങ്ങൾ ഉണ്ടാക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷവും, അതുപോലെ തന്നെ GDPയുടെ കാര്യമെടുത്താലും, ഏത് കാര്യമെടുത്താലും ലോകത്തിലേക്ക് ഒന്നാമതായി തന്നെ വളർത്തിക്കൊണ്ടുവരുന്നതിനുള്ള വലിയ ശ്രമങ്ങളാണ് നടക്കുന്നത്. അപ്പോൾ ഒരു റെക്കോർഡ് കൂടി മോഡി ഭേദിച്ചിരിക്കുകയാണ്. ഇനി മറ്റൊരു റെക്കോർഡ് ഭേദിച്ചിട്ടുണ്ട്. ലോകത്തെ ഏറ്റവും കൂടുതൽ സിവിലിയൻ അവാർഡുകൾ വാങ്ങിയിട്ടുള്ള 23 രാഷ്ട്രങ്ങളിൽ നിന്നാണ് സിവിലിയൻ അവാർഡ് വാങ്ങിയിട്ടുള്ളത്. അതും അങ്ങനെയും ഒരു പ്രധാനമന്ത്രി ഇല്ല, ഇതിനു മുമ്പില്ല. നമുക്ക് ഒരു വശത്ത് BJP ആണോ, RSS ആണോ, സംഘിയാണോ, ചാണകമാണോ, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയാം. നമുക്ക് കാര്യങ്ങൾ എതിർക്കാം. പക്ഷേ ഡേറ്റ ഈസ് ഡേറ്റ, ഇൻഫർമേഷനാണ്. അതുകൊണ്ടാണ് നമ്മളിത് ചാനലിൽ ചെയ്യുന്നത്. ഡേറ്റയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം ക്രോസ് ചെയ്യുമ്പോൾ 4077 ദിവസം എന്ന് പറയുന്നത് അതൊരു ഡേറ്റയാണ്. അപ്പോൾ 4077 ഇന്ദിരാഗാന്ധിയുടെയാണ്, അതും ഡേറ്റയാണ്. അപ്പോൾ ഡേറ്റ വെച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്, അല്ലാതെ മറ്റു കാര്യം. അത് സർക്കാർ സംവിധാനത്തിൽ ഡേറ്റയ്ക്കും ഇൻഫർമേഷനുമാണല്ലോ നമ്മൾ പ്രാധാന്യം. അപ്പോൾ തീർച്ചയായിട്ടും എന്തായാലും മോഡിയുടെ 3ാമത്തെ വരവിലൂടെ മോഡി ലോകത്തിലെ കണക്കെടുക്കുമ്പോൾ, ഇന്ത്യൻ കണക്കിലേക്ക് വരുമ്പോൾ 2ാം സ്ഥാനത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഇനി അത് 1ാം സ്ഥാനത്തേക്ക് മാറുമോ മോഡിയുടെ ശിഷ്ടകാലത്തിൽ? കാര്യം 75 വയസ്സിന് ശേഷം പറ്റുമോ ഇല്ല എന്നൊക്കെ ഉള്ള ഒരുപാട് ചർച്ചയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഗവൺമെൻറ്റിൽ തന്നെ മോഡിക്ക് 75 കഴിയുകയും ചെയ്യും. അപ്പോൾ അതിനുശേഷം ഇനി മോഡി ഉണ്ടോ, ഈ ഭരണത്തിലുണ്ടോ, പ്രധാനമന്ത്രി ഉണ്ടോ എന്നുള്ള ചർച്ചയൊക്കെ ഉണ്ട്. എന്തായാലും ഇപ്പോൾ നരേന്ദ്രമോദി 2ാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുകയാണ്. ആ നിലയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു.